അതെ, തമ്പുരയിൽ നിങ്ങൾ കണ്ട കാര്യം ശരി തന്നെയാണ്. ഇത്തവണ പ്ലസ് ടുവിൽ കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കും. അതായത് 2025 റിസൾട്ട് വരുമ്പോൾ പ്ലസ് ടുവിൽ തോറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഈ കഴിഞ്ഞ പ്ലസ് ടു റിസൾട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടും ഈ പ്ലസ് വണ്ണിലും പ്ലസ് ടു ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മാറ്റങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടുമാണ് ഈ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ അവെയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഒന്ന് നോക്കുക, കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ കഴിഞ്ഞ വർഷം 3.25 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്ലസ് ടു റെഗുലർ എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 2,94,888 എക്സാക്ട് കണക്കാണ് അവിടെ പറയുന്നതെങ്കിൽ റൗണ്ട് ഫിഗർ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ഏകദേശം ജയിച്ച വിദ്യാർത്ഥികൾ നോക്കുക, 79,867 വിദ്യാർത്ഥികൾ തോറ്റിരിക്കുകയാണ്. ഇതിന്റെ പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 78.69 വിദ്യാർത്ഥികൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 4.2 അല്ലെങ്കിൽ 4.6 സംതിങ് ആളുകൾ തോറ്റിരിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വർഷം തോറ്റിരിക്കുകയാണ്. 4.5% വിദ്യാർത്ഥികൾ ഈ വർഷം തോറ്റിരിക്കുകയാണ്. തോൽവികളുടെ എണ്ണം കൂടുതലൂടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ്. ഈ പ്ലസ് 1 പ്ലസ് 2 എക്സാം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുക. ചുമ്മാ സ്കൂളിൽ കയറി എല്ലാവരെയും അങ്ങനെ പാസ്സാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കുന്നതിലൂടെയും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അത് വളരെ മികച്ച ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയുന്നത്. കാരണം ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവണം, ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നൊരു ഇന്റൻഷനോടുകൂടി തന്നെയാണ് ആ ഒരു പ്ലാൻ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നന്നായി പഠിക്കണം എന്ന് തന്നെയാണ്. ചുമ്മാ കയറി എക്സാം എഴുതി ആർക്കും പാസ്സാവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. കഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവണം, കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പാസ്സാകുന്നതിലൂടെ, എക്സാം എഴുതി എല്ലാവരും പാസ്സാകുന്നതിലൂടെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാം അറിയാവുന്ന മാർക്കുള്ള ഒരാൾക്ക് തന്നെ സീറ്റ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇത് മികച്ച നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അതിനോടൊപ്പം ഇത് മൊത്തത്തിലുള്ള കണക്കാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് സയൻസ് വിദ്യാർത്ഥികളുടെ മാത്രമാണ്. പ്ലസ് ടുവിലെ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്രമാണ്. ഏകദേശം 1,89,000 വിദ്യാർത്ഥികൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് വിദ്യാർത്ഥികളാണ്, അത്രയും എക്സാം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളാണ്. അതിൽ 1,60,000 വിദ്യാർത്ഥികളാണ് എന്തായിരിക്കുന്നത് പാസ്സായിരിക്കുന്നത്. ഏകദേശം 28,715 പേർ തോറ്റിരിക്കുകയാണ്. നോക്കുക, അതിന്റെ ശതമാനം കണക്കെടുക്കുമ്പോൾ 84.84% വിദ്യാർത്ഥികൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. ഏകദേശം 15%-ലധികം വിദ്യാർത്ഥികൾ തോറ്റിരിക്കുകയാണ്. 15%-ലധികം വിദ്യാർത്ഥികൾ തോറ്റിരിക്കുകയാണ്. ഇവിടെയും തോൽവികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഏതൊരു ചോദ്യ പേപ്പറേയും വളരെ ഈസി ആയിട്ട് ലാഘവത്തോടുകൂടെ കണ്ടവർ മാത്രമാണ് തോറ്റിട്ടുണ്ടായിരിക്കുക. പിന്നെ മെഡിക്കൽ കണ്ടീഷൻ മറ്റു കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം അസാധാരണമായ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കവേ നോക്കുക, കറക്റ്റായി പഠിച്ച ഒരാൾക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ പ്ലസ് 1 പ്ലസ് 2 എക്സാം എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഇത്രയും തോൽവികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വിദ്യാർത്ഥികൾ ആ ഒരു എക്സാമിനെ അത്രയും ലാഘവത്തോടുകൂടെ കണ്ടതുകൊണ്ട് മാത്രമാണ്. അവസാന സമയത്ത് മാത്രം ഇരുന്ന് എന്തെങ്കിലും തിരുമറി കാണിച്ചാൽ, തിരുമറി മീൻസ് അവസാനം 1-2 ദിവസം മാത്രം ഇരുന്ന് പഠിച്ച് ചുമ്മാ കയറി അങ്ങോട്ട് എക്സാം എഴുതാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഉറപ്പായും ഈ അവസാന നിമിഷത്തിൽ തോറ്റിട്ടുണ്ടായിരിക്കുക. ഈ ശതമാനത്തിൽ, ഇതിനപ്പുറത്തുള്ള ശതമാനത്തിൽ വരുന്ന 15%-ലധികം വിദ്യാർത്ഥികൾ അവർ തന്നെ ആവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇനി ഈ അടുത്ത വർഷത്തെ റിസൾട്ട് വരുമ്പോൾ ഇതിനും മുകളിലായിരിക്കും തോൽവികളുടെ എണ്ണം ഉണ്ടായിരിക്കുക. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളുടെ മൈൻഡ് സെറ്റോട് കൂടെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, അവസാന സമയത്ത് മാത്രം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് മക്കളെ, ആ തോൽവികളുടെ ശതമാനം ഇനിയും കൂടാൻ സാധ്യതയുള്ളൂ. നോക്കണേ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയി തരാൻ പറ്റുന്ന കാര്യം, ഇത്രത്തോളം ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ പാറ്റേൺ മാറ്റുക എന്ന് ഉദ്ദേശിച്ചത് കൂടുതൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടും എക്സാം കുറച്ചും കൂടെ വാല്യൂഷൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കുകയും ചെയ്തതിലൂടെ ഇത്രയും വിദ്യാർത്ഥികൾ തോറ്റിരിക്കുന്നു. മറിച്ച് ജയിച്ച വിദ്യാർത്ഥികളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ സൈലത്തിന്റെ വിദ്യാർത്ഥികളുടെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് മോട്ടിവേഷൻ ആയിട്ട് പറയാനുള്ളത്. കാരണം അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടും അവന്റെ ലൈഫ് നോക്കി ഇവന്റെ ലൈഫ് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ മോട്ടിവേറ്റ് ചെയ്യില്ല നിങ്ങളെ. മറ്റൊരാളുടെ ലൈഫ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഒരാളുടെ ലൈഫും എടുത്തു പറഞ്ഞുകൊണ്ടല്ല മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഞാൻ എൻ്റെ റിയൽ ലൈഫ് പറഞ്ഞുകൊണ്ടായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ആദ്യ ദിവസം മുതൽ കൃത്യമായിരുന്നു പഠിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സൈലത്തിന്റെ ഓൺലൈൻ ബാച്ചിലും ഓഫ്ലൈൻ ബാച്ചിലും ഉണ്ടായിരുന്നതാണ് തീർത്ഥ കെ എന്ന് പറയുന്ന മലപ്പുറത്തെ വിദ്യാർത്ഥി, ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്നതാണ് റാനിയ ജാസ്മിൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ക്ലാസ്സുകൾ മാത്രം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ ഇവർ ഈ ഒരു മാർക്കിൽ
പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നത്. ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരൊറ്റ മാർക്ക് മാത്രം നഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. ഒരൊറ്റ മാർക്ക് മാത്രം, അത് കൂടുതലും ഇംഗ്ലീഷിലാണ് ഇവർക്ക് പോയിരിക്കുന്നത്. ഇതിലൊരു വിദ്യാർത്ഥി ദേവനന്ദ എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിലാണ് ഒരു മാർക്ക് പോയിട്ടുണ്ടായിരുന്നത്. കോർഡിനേഷൻ നമ്പർ എത്രയെന്ന് ചോദിച്ചപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എഴുതി വെച്ച് മിടിക്കുകയാണ് അവൾ. ഞാനത് പറയുകയുണ്ടായി, വഴക്ക് കൊടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ദേവനന്ദയെ കുറിച്ച് ഞങ്ങൾക്ക് പറയുന്നത് എല്ലാം നിങ്ങളുടെ അഭിമാന താരങ്ങളാണ്. വരദയുണ്ട്, അതേപോലെ തന്നെ അക്ഷര പി കെ, സോനയുണ്ട്, അലീന, അതിനോടൊപ്പം തന്നെ രലേഷ് കൃഷ്ണയുണ്ട്, ദെൻ മിഹാബിനു. ഇവരെല്ലാവരും ഒരു മാർക്ക് മാത്രം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളാണ്. 2 മാർക്ക് മാത്രം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ, അതായത് 1200-ൽ 1199 മാത്രം നേടിയ വിദ്യാർത്ഥികളെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, നിങ്ങളുടെ ഈ സമയം ഞാൻ ചെലവഴിക്കാത്തത് കൊണ്ട് വീഡിയോ വേഗത്തിൽ നിർത്താൻ വേണ്ടി മാത്രം അവരുടെ പേര് വായിക്കുന്നില്ല. ഇവരുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ക് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം ഇവരുടെ റിസൾട്ട് എല്ലാം പോയിട്ടുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ 3 മാർക്ക് മാത്രം നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും തന്നെ. 1197 മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ, അതിനോടൊപ്പം 96, 95 നേടിയ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് എല്ലാം കാണാവുന്നതാണ്. അതിനോടൊപ്പം അതേപോലെ തന്നെ 94-ഉം 93-ഉം നേടിയ വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ ഇവിടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. നോക്കണേ നിങ്ങൾ. ഇവരെല്ലാവരും അതിനുള്ളതാണ്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഈ ബാച്ചുകളിൽ മാത്രം പഠിച്ച വിദ്യാർത്ഥികളാണ്. അതെടുത്ത് പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അതായത് എക്സാം എത്ര തന്നെ ടഫ് ആണെങ്കിലും ശരി, എത്ര തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിലും ശരി, വാല്യുവേഷൻ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെങ്കിലും ശരി, മക്കളെ കിടിലനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ അഗ്നി ബാച്ചിലോ അല്ലെങ്കിൽ സൂപ്പർ കിങ്സിലോ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ. അഗ്നി ബാച്ച് എന്ന് പറഞ്ഞാൽ +1 അല്ലെങ്കിൽ +2 ബോർഡ് എക്സാമിന് വേണ്ടി, CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ നൽകുന്ന, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം നൽകുന്ന, അതിന്റെ ക്ലാസ്സുകൾ മാത്രം നൽകുന്ന ഒരു ബാച്ചാണ്, ട്യൂഷൻ പ്രോഗ്രാം ആണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ 10,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു +2-ൽ മാത്രം. ഓർക്കണേ, നിങ്ങളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വെക്കേഷനിൽ, ഈ മെയ് മാസം മാത്രമാണ് ഇത്രത്തോളം വിദ്യാർത്ഥികൾ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പിറകിലാണെന്ന് ഓർക്കുക. യൂട്യൂബ് ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂട്യൂബ് ക്ലാസ്സുകൾ വരാൻ വൈകും എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. ബാച്ചിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ക്ലാസ് 2ഉം 3ഉം ചാപ്റ്റർ എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലും 4,250 രൂപ മാത്രമാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അതായത് +2 മുഴുവൻ കഴിയുന്നത് വരെ, അവസാന റിസൾട്ട് വരുന്നത് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വെറും 4,250 രൂപ മാത്രമാണ്. GST അടക്കമാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനെന്നുണ്ടെങ്കിൽ 9995400800 എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, 9995400800 എന്ന നമ്പറിൽ. സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നതാണ്. അതായത് +2 എക്സാമിന് ശേഷമുള്ള JEO അല്ലെങ്കിൽ നീറ്റോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി +2 പഠനത്തോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻട്രൻസ് കൂടെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കിങ്സിലാണ് ചേരേണ്ടത്. അവിടെയും 10,000-ലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. ഓർക്കണേ, നിങ്ങളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ എത്രത്തോളം മുന്നിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 15,340 രൂപ മാത്രമാണ് GST അടക്കമുള്ളത് വരുന്നത്. അതിൽ 600-9100-300. ഒന്നുകൂടെ പറയാം, 600-9100-300 എന്ന നമ്പറിലാണ് നിങ്ങൾ ആ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ചേരേണ്ടത്. എടുത്തു പറയേണ്ട കാര്യം, സൂപ്പർ കിങ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ അഗ്നി ബാച്ച് എൻറ്റയർലി ഫ്രീ ആണ്. കംപ്ലീറ്റ് പ്രോഗ്രാം. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ പോയിട്ടുണ്ട്. അഗ്നി ബാച്ച് ഫീച്ചേഴ്സ് അതിലൊന്ന് അടിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ്. ഫുൾ ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഗ്നി ബാച്ചിന്റെ മുഴുവൻ ഫീച്ചേഴ്സ്, അഗ്നി ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾക്കല്ല ട്യൂഷൻ പ്രോഗ്രാം മാത്രം മതി. എൻട്രൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. എങ്കിൽ വെറും 4,250 രൂപ മാത്രം അഡ്മിഷൻ ഫീസ് അടച്ചുകൂടെ നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഏതിൽ അഡ്മിഷൻ എടുത്താലും പൊന്നു മക്കളെ, ഫസ്റ്റ് ദിവസം തൊട്ട് സ്കൂളിൽ നിങ്ങൾ പോയി പൊളിക്കും കാലക്കം എന്നുള്ള 100% ഉറപ്പാണ്. അവസാന സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും കണ്ട് എങ്ങനെയെങ്കിലൊക്കെ ചെയ്തു പോകാമെന്ന് പറഞ്ഞിരിക്കരുത്. ലൈഫ് ഒരുപാട്, നമ്മുടെ സൊസൈറ്റി ഒരുപാട് ചേഞ്ചസ് ആണ് ചുറ്റുമുള്ളത്. നമ്മളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മത്സര ബുദ്ധിയോടുകൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പൊട്ടക്കിണറ്റിലെ തവളയായി ഒതുങ്ങിക്കൂടാതെ ലോകം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം ഓടാൻ ശ്രമിക്കുക. എന്തേലും ചാൻസ് എവിടെന്നെങ്കിലും കിട്ടട്ടെ, എങ്ങനെയെങ്കിലൊക്കെ പാസ്സായി എവിടെയെങ്കിലൊക്കെ എത്താമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആ റൂമിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന ദിവസങ്ങളാണ് +2 കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും മാനേജ്മെന്റ് സീറ്റിലായിരിക്കും നിങ്ങൾ പോയി ചേർന്നുണ്ടായിരിക്കുക. എങ്ങനെയാണേലും ശരി, അതൊന്നും അനുഭവിക്കാതിരിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, സാർ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടും. മുഴുവൻ ക്ലാസ്സുകളും അവിടെ ലൈവ് ക്ലാസ്സുകൾ എടുത്തു തന്നിരിക്കുന്ന ചാപ്റ്റർ അവിടെ നിങ്ങൾക്ക് കിട്ടും. ചില സബ്ജക്റ്റിൽ മാത്രമാണ് 2-2.5 ചാപ്റ്റർ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം 1 ചാപ്റ്റർ ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ
നിങ്ങൾ ഇനി അഡ്മിഷൻ എടുത്താൽ തുടർന്നുള്ള ചാപ്റ്ററിൽ വൃത്തിയായിരുന്നു കാണാം. ലൈവ് ക്ലാസ്സുകൾ നേരത്തെ ഉണ്ടായിരുന്ന ലൈവ് ക്ലാസ്സുകളെല്ലാം അവിടെ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ മുഴുവൻ കാര്യങ്ങളും കണ്ടു തീർക്കാം. ഓരോ എക്സാം, ഓരോ ചാപ്റ്ററും കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റുമാര് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ സൈലം ആപ്പിൽ തന്നെ താഴത്തെ സൈലം സ്റ്റോർ ഉണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ എങ്ങനെയാണോ നമ്മളൊരു സാധനം ബുക്ക് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. വളരെ തുച്ഛമായ വളരെ വിലക്കുറവിലാണ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്ത വർഷം +2 തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിങ്ങൾ ഉണ്ടാവരുത് എന്ന് ഇന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചുകൊണ്ട് ഉടനെ അഡ്മിഷൻ എടുക്കുക. നാളെ മുതൽ ഞങ്ങളുടെ ക്ലാസ്സിൽ തുടങ്ങുക. നമുക്ക് പൊളിക്കാം. +1 +2 ഫുൾ മാർക്കും ഉറപ്പിക്കാം. ഓക്കെ.